ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ചൂടായ ചട്ടിയിലേക്ക് 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ 2 വലിയ സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടുന്നതിനായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, വലിയ ജീരകം എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 2 വലിയ തക്കാളി അരിഞ്ഞു വെച്ചതാണ് കേട്ടോ. ഇത് നമുക്ക് ഈ ഉള്ളിയിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വേകണം കേട്ടോ. തക്കാളി വേകാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനായി മല്ലിപ്പൊടി 4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതാണ് ചേർക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടാവുന്നതും കുറക്കാവുന്നതുമാണ് കേട്ടോ. പൊടികൾ പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചിക്കൻ വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. അവസാനമായി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മല്ലിച്ചപ്പാണ് കേട്ടോ, മല്ലിയില. ഈ മല്ലിയില ചിക്കൻ്റെ മുകൾ ഭാഗത്തുനിന്ന് വിതറി കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ് കേട്ടോ. നല്ല കിട്ടിലും ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കും.